ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ തോറിനു കഴിയുമോ? തോറാണോ അതോ ഹൾക്കാണോ കൂടുതൽ കരുത്തൻ? മാർവൽ ഫാൻസ് വർഷങ്ങളായി ചോദിക്കുന്ന ചോദ്യമാണത്. സിനിമകളിൽ നമ്മൾ ഇവരുടെ പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനു പിന്നിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. നമുക്ക് ഹൾക്കിൽ നിന്ന് തുടങ്ങാം. ഹൾക്കിന്റെ ശക്തി അവന്റെ ദേഷ്യവുമായി ബന്ധപ്പെട്ടതാണ്. അവൻ എത്രത്തോളം ദേഷ്യപ്പെടുന്നുവോ അത്രത്തോളം ശക്തനാകുന്നുവെന്നാണ് കാണിക്കുന്നത്. അവഞ്ചേഴ്സ് സിനിമയിൽ അവന്റെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള ശക്തി നമ്മൾ കണ്ടതാണ്. എന്നാൽ തോർ വെറുമൊരു പോരാളിയല്ല, അവൻ ഗോഡ് ഓഫ് തണ്ടറാണ്. ഇടിമിന്നൽ ശക്തിയും മ്യോൾനീർ അല്ലെങ്കിൽ സ്റ്റോം ബ്രേക്കർ പോലുള്ള ആയുധങ്ങളും ചേർന്നാൽ തോർ വളരെ ശക്തനാകും. റാഗ്നറോക്ക് സിനിമയിൽ ഹൾക്കിനെതിരെ തോർ ശക്തമായി പോരാടുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആരാണ് ജയിക്കുക? റിയൽ ഫിസിക്കൽ ശക്തി നോക്കിയാൽ ഹൾക്ക് കൂടുതൽ ശക്തനായിരിക്കാം. പക്ഷേ തോറിന്റെ ശക്തിയും അവന്റെ അനുഭവവും വെച്ച് നോക്കിയാൽ അവനും വളരെ വലിയ എതിരാളിയാണ്. അതുകൊണ്ട് ഈ പോരാട്ടത്തിന് ഒരു സ്ഥിരമായ ഉത്തരമില്ല. നിങ്ങൾക്കാരാണ് സ്ട്രോങ്ങസ്റ്റ് അവഞ്ചർ? തോറാണോ ഹൾക്കാണോ? താഴെ കമന്റ് ചെയ്യൂ.